നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിനാശകരമായ ഇരട്ട ഭൂകമ്പങ്ങളുടെ ആഘാതത്തിൽ നിന്നും വെനസ്വേല ഇനിയും മുക്തമായിട്ടില്ല. ഒരു നിമിഷം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്. ഒരുപാട് ആളുകൾ ഇനിയും ഈ പറയുന്ന തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ ജീവനോടെ ഉണ്ടോ, അവർ മരണപ്പെട്ടോ, അവരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. നഗരങ്ങളെ പൂർണ്ണമായും തകർത്തെറിയുകയും ആ ഒരു ദുരന്തത്തിൻ്റെ കാഴ്ചയിൽ നിന്ന് ഇപ്പോഴും മുക്തമാകാതെയാണ് ആളുകൾ അവിടെ ജീവിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു ദുരന്തം അവിടെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നടക്കം അവിടേക്ക് സഹായങ്ങൾ എത്തുന്നുണ്ട്. അവിടെ തിരച്ചിൽ സഹായിക്കാൻ വിദഗ്ധരായിട്ടുള്ള സൈനികരെയും അവർക്ക് ആവശ്യമുള്ള അടിയന്തര സാമഗ്രികളൊക്കെ തന്നെ എത്തിക്കുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പ്രകൃതിയുടെ മറ്റൊരു അസാധാരണമായ പ്രതിഭാസം കൂടി അരങ്ങേറിയിരിക്കുകയാണ്. തലസ്ഥാന നഗരമായ കാരക്കാസിലെ ആകാശം പെട്ടെന്ന് ഒരു കടും ചുവപ്പ് നിറത്തിലേക്ക് മാറിയതാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഭയത്തിലാണ് അവിടെയുള്ള ജനങ്ങൾ. കാരണം പലതരത്തിലുള്ള പ്രകൃതി ഭീഷണികൾ ജനങ്ങളെ വല്ലാതെ വലയ്ക്കുകയാണ്. അവരുടെ ഉറ്റവരെയും ഉടയവരെയൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം അവരുടെ കൺമുൻപിൽ അരങ്ങേറുന്നത്. ജൂൺ 24-നുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിന് കൃത്യം 6 ദിവസങ്ങൾക്ക് ശേഷമാണ്, അതായത് ജൂൺ 30-ന് വൈകുന്നേരമാണ് ഈ ഒരു വിചിത്ര പ്രതിഭാസം ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത്. എന്നാൽ അതിൽ ഭയപ്പെടാനൊന്നുമില്ലെന്നും ഇത് കേവലം ഒരു അന്തരീക്ഷ പ്രതിഭാസം മാത്രമാണെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. ഭൂകമ്പം കഴിഞ്ഞ് കൃത്യം 6 ദിവസത്തിന് ശേഷമാണ് ആകാശത്ത് ചുവപ്പ് നിറം പ്രകടമായത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് ആകാശം ചുവപ്പ് നിറമായി മാറിയത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഈ പ്രതിഭാസം രാജ്യത്തുണ്ടായ ഭൂചലനവുമായി ബന്ധപ്പെട്ടതാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. എന്നാൽ ഇത് ഭൂചലനം മൂലമുണ്ടായതല്ലെന്നും കാൻഡിലാസോ എന്നറിയപ്പെടുന്ന തികച്ചും സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണെന്നാണ് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നത്. ജൂൺ 24-ലെ ഇരട്ട ഭൂകമ്പത്തിൽ 1700-ലധികം ആളുകൾ ഇതിനകം മരണപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ. പ്രകൃതി ദുരന്തത്തിന്റെ നടുക്കത്തിൽ കഴിഞ്ഞിരുന്ന നഗരവാസികളെ ഈ കാഴ്ച കൂടുതൽ ആശങ്കയിലാഴ്ത്തി. ചോര പുഴയൊഴുകിയതുപോലെ ആകാശം കടും ചുവപ്പമായതോടെ ഭീതിയോടെയാണ് ആളുകൾ ഈ ദൃശ്യം നോക്കി നിന്നത്. നിമിഷങ്ങൾക്കകം ഇതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും നവമാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടരുകയും ചെയ്തു. അപൂർവമായ ഈ ആകാശ വിസ്മയം ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അഭ്യൂഹങ്ങൾക്കും നിഗൂഢവാദങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട്. ഭൂകമ്പത്തിന് തൊട്ടു മുമ്പോ ശേഷമോ ഉണ്ടാകാറുള്ള ഭൂകമ്പ പ്രകാശം ആണോ ഇതെന്ന സംശയമാണ് പലരും ഉയർത്തിയത്. എന്നാൽ മറ്റു ചിലരാകട്ടെ ഇത് ലോകാവസാനത്തിന്റെ പ്രവചന സൂചനയാണെന്നും ബൈബിളിലെ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ മുന്നോടിയായാണ് ഈ രക്താംബരം എന്നാണ് പരക്കെയുള്ള പ്രചാരണം. എന്നാൽ ശാസ്ത്രലോകം ഈ അഭ്യൂഹങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. പ്രകൃതിയിലെ തികച്ചും ലളിതവും എന്നാൽ മനോഹരവുമായ ഒരു പ്രതിഭാസമാണ് ഇതെന്നാണ് ഭൗമ അന്തരീക്ഷ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. വെനസ്വേലയിലും കരീബിയൻ മേഖലയിലും ഇത് കാൻഡിലാസോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന എണ്ണവിളക്കിന്റെ വെളിച്ചത്തിന് സമാനമായ തിളക്കം ആകാശത്ത് ഉണ്ടാകുന്നതിനാലാണ് പ്രാദേശികമായി ഇതിന് ഈ പേര് ലഭിച്ചത്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിലും മറ്റും സൂക്ഷ്മ കണികകളിലും തട്ടിച്ചിതറുന്ന റെയ്ലി സ്കാറ്ററിംഗ് എന്ന ശാസ്ത്രീയ പ്രതിഭാസമാണ് ഇതിന് പിന്നിൽ. റെയ്ലി സ്കാറ്ററിംഗ് എന്നൊക്കെ നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പല ദൃശ്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ ദിവസങ്ങളിൽ അന്തരീക്ഷം നീല നിറത്തിൽ കാണപ്പെടുന്നത് ഈ പ്രകാശ വിസരണം മൂലമാണ്. എന്നാൽ വൈകുന്നേരങ്ങളിൽ സൂര്യൻ ചക്രവാളത്തോട് അടുക്കുമ്പോൾ സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ കൂടുതൽ കട്ടിയുള്ള പാളികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. ഇത് തരംഗ ദൈർഘ്യം കുറഞ്ഞ നീല, പച്ച നിറങ്ങളെ പൂർണ്ണമായും ചിതറിച്ച് കളയുകയും തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ്, ഓറഞ്ച് നിറങ്ങളെ മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു.
വെനസ്വലയിൽ ഇപ്പോൾ ഉണ്ടായ ഈ കടും ചുവപ്പ് നിറത്തിന് ആക്കം കൂട്ടിയത് അടുത്തിടെ ഉണ്ടായ ശക്തമായ ഭൂകമ്പം തന്നെയാണ്. വിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കാരക്കാസിലും ലാ ഗൈവൈറിലും അനേകം കെട്ടിടങ്ങളാണ് തകർന്നു വീണത്. ഈ തകർച്ചയെ തുടർന്ന് വൻതോതിൽ പൊടിയും അവശിഷ്ടങ്ങളും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നതായും ഇവ പ്രകാശ വിസരണത്തിന്റെ ആക്കം കൂട്ടിയതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു പുറമെ മറ്റൊരു ആഗോള പ്രകൃതി പ്രതിഭാസം കൂടി ഇതിന് കാരണമായിട്ടുണ്ട്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നുയർന്ന വൻ മണൽക്കാറ്റ് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് തെക്കേ അമേരിക്കയുടെ വടക്കൻ മേഖലകളിലേക്കും എത്തിച്ചേർന്നിരുന്നു. ഈ സഹാറാൻ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നത് കാരക്കാസിലെ സൂര്യാസ്തമയത്തിന്റെ ചുവപ്പ് നിറത്തിന് 10 മടങ്ങ് തീവ്രത നൽകാൻ കാരണമായി എന്ന് നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി ഉൾപ്പെടെയുള്ള ശാസ്ത്ര സ്ഥാപനങ്ങൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഭൂകമ്പവും ചുവപ്പ് ആകാശവും ഒരേ സമയത്ത് സംഭവിച്ചു എന്നത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. ഭൂകമ്പം എന്നത് ഭൗമശാസ്ത്രപരമായ ഒരു പ്രതിഭാസമാണെങ്കിൽ ആകാശം ചുവക്കുന്നത് പൂർണ്ണമായും അന്തരീക്ഷ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരേ കാലയളവിൽ ഇവ ഒന്നിച്ചു വന്നത് ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കിയെങ്കിലും ശാസ്ത്രീയമായി ഇതിന്റെ ഭൂകമ്പത്തിന്റെ ആഘാത മുന്നറിയിപ്പുകളുമായി നേരിട്ട് ബന്ധമില്ല. ഭൂകമ്പ അവശിഷ്ടങ്ങളിൽ നിന്നും മനുഷ്യജീവനുകൾക്കായുള്ള തെരച്ചിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വെനസ്വലയിൽ ഇപ്പോഴും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ 2000-ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് കണക്കുകൾ. ഈ സങ്കീർണമായ സാഹചര്യത്തിലാണ് പ്രകൃതി കൺമുന്നിൽ തീർത്ത ഈ വിസ്മയ കാഴ്ച ഭീതിയോടെയാണെങ്കിലും ജനങ്ങൾ നോക്കിക്കണ്ടത്. പ്രകൃതിയുടെ നിഗൂഢതകളെ കുറിച്ചുള്ള ഭയമല്ല, മറിച്ച് ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്നും കാലാവസ്ഥാ നിരീക്ഷകർ ഓർമ്മിപ്പിക്കുന്നു. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും സൂര്യന്റെ സ്ഥാനവും ഒത്തുചേർന്നപ്പോൾ സംഭവിച്ച കേവലം ഒരു പ്രകാശ പ്രതിഭാസം മാത്രമാണിത്. എങ്കിലും ദുരന്തഭൂമിക്ക് മുകളിൽ ചോരവർണ്ണ നിറത്തിൽ ജ്വലിച്ചു നിന്ന ആ ആകാശം വെനസ്വലൻ ജനതയ്ക്ക് പ്രകൃതിയുടെ മറ്റൊരു ഭാവമായി എന്നും ഓർമ്മിക്കപ്പെടും.